കണ്ണൂരിലെ മുൻ എ.ഡി.എം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയില്ലെന്ന വിജിലൻസ് റിപ്പോർട്ടോടെ വെട്ടിലായി പി ദിവ്യയും CPM-ഉം. പ്രാഥമിക റിപ്പോർട്ടിൽ നവീൻ ബാബു കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതോടെ നടന്നത് വ്യക്തിഹത്യയെന്നും തെളിയുകയാണ്. ദിവ്യയെ ന്യായീകരിച്ച മുതിർന്ന CPM നേതാക്കന്മാരും ഇതോടെ ഉത്തരമുട്ടിയിരിക്കുകയാണ്. കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. കൈക്കൂലി നവീൻ ബാബു വാങ്ങിയെന്ന് ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിന് അത് തെളിയിക്കാനും സാധിച്ചിട്ടില്ല. പരാതിയും മൊഴിയുമല്ലാതെ പണം നൽകിയതിന് യാതൊരു തെളിവുകളും വിജിലൻസിന് മുൻപിൽ ഹാജരാക്കാനും TV പ്രശാന്തിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CPM നേതാക്കളും PP ദിവ്യ അടക്കമുള്ളവരും വെട്ടിലാകുന്നത്. സർക്കാർ തന്നെ നിയോഗിച്ച വിജിലൻസ് അന്വേഷണത്തിൽ നവീൻ ബാബുവിനെതിരെ തെളിവില്ലാത്തതിനാൽ CPM കേന്ദ്രങ്ങൾ ഇനി എന്ത് ന്യായം പറയുമെന്ന് കണ്ടറിയണം. നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച CPM നേതാക്കൾക്കും തിരിച്ചടിയാണ്. അന്വേഷണത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് വരാനിരിക്കെ CPM കേന്ദ്രങ്ങൾ പുതിയ ന്യായീകരണവും കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്. ജനം, തിരുവനന്തപുരം.